ഗാസയുടെ തെക്ക് ഭാഗത്ത് ഇസ്രയേൽ കഴിഞ്ഞ ദിവസം നടത്തിയ ആക്രമണത്തിൽ പലസ്തീൻ മാധ്യമപ്രവർത്തകൻ കൊല്ലപ്പെട്ടു. പലസ്തീനിയൻ ഡെയിലി ന്യൂസിലെ മാധ്യമപ്രവർത്തകനായ ഇബ്രാഹിം മുഹ്റബാണ് ഷെല്ലാക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. കഴിഞ്ഞ ദിവസം തെക്കൻ നഗരമായ ഖാൻ യൂണിസിലെ നാസർ ആശുപത്രിയിലേക്ക് മുഹ്റബിന്റെ മൃതദേഹം കൊണ്ടുപോയതായി ഹമാസിന്റെ നിയന്ത്രണത്തിലുള്ള ഗസയിലെ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഖത്തർ നിർമ്മിച്ച വലിയ അപ്പാർട്ട്മെന്റ് സമുച്ചയമായ ഹമദ് സിറ്റികളിൽ തിങ്കളാഴ്ച രാവിലെയാണ് മുഹ്റബിന്റെ മൃതദേഹം കണ്ടെത്തിയത്. ആ സമയത്ത് മുഹ്റബിനൊപ്പമുണ്ടായിരുന്ന മറ്റു 2 മാധ്യമപ്രവർത്തകർക്ക് പരിക്കേൽക്കുകയും ഖാൻ യൂണിസിലെ നാസർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായും AFP റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സംഭവത്തെക്കുറിച്ച് പ്രതികരിക്കാൻ ഇസ്രായേൽ സൈന്യം വിസമ്മതിച്ചിട്ടുണ്ട്. സൈന്യം ഒരിക്കലും ബോധപൂർവ്വം മാധ്യമപ്രവർത്തകരെ ലക്ഷ്യം വെച്ചിട്ടില്ലെന്ന് IDFന്റെ വക്താവ് FFPയോട് പറഞ്ഞു. മുഹ്റബിന്റെ നിര്യാണത്തിൽ പലസ്തീനിയൻ ജേർണലിസ്റ്റ് സിൻഡിക്കേറ്റ് അപലപിക്കുകയും ഉണ്ടായി. ഇസ്രായേൽ സൈന്യം ഗാസയിൽ മാധ്യമപ്രവർത്തകരെ കൊല്ലാനുള്ള സംഘടിത പ്രചാരണത്തിന് നേതൃത്വം നൽകുകയാണെന്ന് ആരോപിച്ചിട്ടുണ്ട്. ഗാസ മുനമ്പിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് പുറം ലോകത്തെ അറിയിച്ചതിന്റെ എല്ലാ സൂചനകളും തുടച്ചു നീക്കാൻ ശ്രമിച്ചുകൊണ്ട് ഇസ്രായേൽ സത്യത്തെ കൊല്ലുകയാണെന്ന് ആശുപത്രിയിൽ ഉണ്ടായിരുന്ന മറ്റൊരു മാധ്യമപ്രവർത്തകൻ ഇബ്രാഹിം കാനൽ ചൂണ്ടിക്കാട്ടി. ഹമാസ് സംഘടനയുമായി ബന്ധമുള്ളവരാണെന്ന് ആരോപിച്ചുകൊണ്ട് ഗാസയിൽ ഇസ്രായേൽ നിരവധി മാധ്യമപ്രവർത്തകരെ കൊലപ്പെടുത്തിയിട്ടുണ്ട്. ഒക്ടോബർ 7 ആരംഭിച്ച യുദ്ധത്തിന്റെ തുടക്കം മുതൽ കുറഞ്ഞത് 113 ജേർണലിസ്റ്റുകളും മാധ്യമ മേഖലയിൽ ജോലി ചെയ്യുന്നവരും കൊല്ലപ്പെട്ടതായി കമ്മിറ്റി ടു പ്രൊട്ടക്ട് ജേർണലിസ്റ്റ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള വെടിനിർത്തൽ നിർദ്ദേശം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അംഗീകരിച്ചെന്നും ഇനി ഹമാസ് ആണ് ഈ വിഷയത്തിൽ തീരുമാനമെടുക്കേണ്ടതെന്നും US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ. ഒക്ടോബർ 7 ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ചതിന് ശേഷമുള്ള തന്റെ 9ാമത്തെ പര്യടനത്തിലാണ് ബ്ലിങ്കൻ ഈ അഭിപ്രായം പറഞ്ഞത്. നിർദ്ദിഷ്ട കരാർ ഒരു ഹ്രസ്വകാല ഏർപ്പാട് മാത്രമാണെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രസ്തുത കരാറിലെല്ലാം വിശദമായി പറഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തു. മെയ് അവസാനം US പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നോട്ട് വെച്ച ഒരു നിർദ്ദേശത്തെ അടിസ്ഥാനമാക്കിയാണ് കരാർ തയ്യാറാക്കിയിരിക്കുന്നത്. ഓരോ ദിവസം കഴിയുന്നോറും ബന്ധുക്കളെ ഉപദ്രവിക്കാനുള്ള സാധ്യത വർദ്ധിക്കുകയും ചർച്ചകൾ പാളം തെറ്റാനുള്ള സാധ്യത ഉയരുകയും ചെയ്യുന്നുണ്ടെങ്കിലും US ഒരിക്കലും ശ്രമങ്ങൾ ഉപേക്ഷിക്കില്ല എന്നും ബ്ലിങ്കൻ പറഞ്ഞു. ഇറാനും ഹിസ്ബുള്ളയും ഇസ്രായേൽ നടത്തിയെന്ന് പറയുന്ന സമീപകാല കൊലപാതകങ്ങൾക്ക് പ്രതികാരം ചെയ്യുമെന്ന് പ്രതിജ്ഞ എടുത്തിട്ടുണ്ട്. ഇത്തരമൊരു ആക്രമണം ഒഴിവാക്കാൻ കൂടിയാണ് ബ്ലിങ്കൻ ജെറുസലേം സന്ദർശിച്ചത്. ഹമാസ് നേതാക്കളുടെ നിലപാടറിയാൻ താൻ അടുത്തതായി ഈജിപ്തിലേക്കും ഖത്തറിലേക്കും പോകുമെന്നും ഉന്നത US നയതന്ത്രജ്ഞൻ പറഞ്ഞു. ബ്ലിങ്കനുമായുള്ള തന്റെ കൂടിക്കാഴ്ചയെ നല്ലതും പ്രധാനപ്പെട്ടതും എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു വിശേഷിപ്പിച്ചു. 1ാം ഘട്ട വെടിനിർത്തലിന്റെ ഭാഗമായി ഹമാസ് തടവിലാക്കിയ പരമാവധി ബന്ദികളെ മോചിപ്പിക്കണമെന്ന് നെതന്യാഹു ആവശ്യപ്പെട്ടു. നയതന്ത്ര ശ്രമങ്ങൾക്കിടയിലും നിലത്തെ സ്ഥിതിഗതികൾ പിരിമുറുക്കമായി തുടരുന്നു. തീവ്രത കുറയ്ക്കുന്നതിന്റെ സൂചനകളല്ല. കഴിഞ്ഞ ദിവസം രാത്രി ടെല്ലവീവിൽ നടന്ന ചാവേർ ബോംബാക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഹമാസ് ഏറ്റെടുത്തിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി ഇത്തരമൊരു ആക്രമണം പുനരാരംഭിച്ചു. അതേസമയം ഗാസയിൽ 24 മണിക്കൂറിനിടെ കൊല്ലപ്പെടുന്നവരുടെ എണ്ണം കൂടുകയാണ്. ഇതോടെ ഇതുവരെ കൊല്ലപ്പെട്ട പലസ്തീനികൾ 40,139 പേരായി. 92,743 പേർക്ക് പരിക്കേറ്റു. ഒറ്റ ദിവസം കൊണ്ട് 45 കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കി ഇസ്രായേൽ വ്യോമാക്രമണവും നടത്തി. അതിനിടെ കഴിഞ്ഞ വർഷം വെടിനിർത്തൽ ബന്ദി കൈമാറ്റ കരാറിന്റെ ഭാഗമായി വിട്ടയച്ച പലസ്തീനിയെ ഇസ്രായേൽ സൈന്യം വീണ്ടും അറസ്റ്റ് ചെയ്തു. ദാനിയ ഹനത്ഷി എന്ന വിദ്യാർത്ഥിയാണ് വെസ്റ്റ് ബാങ്കിൽ കുടുംബ വീട്ടിൽ നിന്നും പിടിച്ചുകൊണ്ടുപോയത്. 24 മണിക്കൂറിനിടെ വെസ്റ്റ് ബാങ്കിൽ ഒട്ടനവധി പലസ്തീനികളാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടത്. അത്തരത്തിൽ ഏറെ കലുഷിതമായി ഇസ്രായേൽ ഹമാസ് സംഘർഷം നടന്നുകൊണ്ടിരിക്കുമ്പോൾ സാധാരണക്കാരായ ജനങ്ങൾ നട്ടം തിരിയുകയാണ്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.